അമേരിക്ക കൈവിട്ടാൽ ഇസ്രയേലിൻ്റെ ഭാവി എന്തായിരിക്കും? തീർച്ചയായിട്ടും അമേരിക്ക കൈവിടാനൊന്നും പോകുന്നില്ല. അമേരിക്കയുടെ ഒരു ഭാഗം പോലെയാണ് ഇസ്രായേൽ എക്കാലവും പെരുമാറിയിട്ടുള്ളത്. ആ രീതിയിലാണ് ജനങ്ങൾ കണക്കാക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഈ ഈ പിന്നെ ഇറാനുമായിട്ടുണ്ടാക്കിയ കരാറിനെ ഇസ്രായേലിലെ പല ഭാഗത്തു നിന്നും ശക്തമായ വിമർശനമുയർന്നു. അവിടുത്തെ പത്രങ്ങളുമൊക്കെ പ്രസിഡന്റ് ട്രംപിനെ ആക്ഷേപിക്കുന്ന രീതിയിലൊക്കെ വാർത്തകളൊക്കെ എഴുതി. അപ്പോൾ അതിനെതിരെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ശക്തമായൊരു താക്കീത് ഇസ്രായേലിന് നൽകുകയുണ്ടായി. ആകപ്പാടെ ലോകത്തിൽ ഒരേ ഒരു രാഷ്ട്രത്തലവനെ ഇസ്രായേലിനെ അംഗീകരിക്കുന്നുള്ളൂ, അത് പ്രസിഡന്റ് ട്രംപാണ്. അപ്പോൾ അങ്ങനെയുള്ള ട്രംപിനെ പിണക്കുന്നത് ബുദ്ധിപൂർവമല്ല. നിങ്ങളുടെ നിലപാടുകൾ ശരിയല്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളൊക്കെ അമേരിക്കൻ ടാക്സ് പേയേഴ്സിൻ്റെ പൈസ കൊണ്ട് അവിടെ ഉണ്ടാക്കിയ ആയുധങ്ങളാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ മിക്കതും. അപ്പം നിങ്ങളുടെ നിലനിൽപ്പ് തന്നെ അമേരിക്കയെ ആശ്രയിച്ചാണെന്നാണ് അദ്ദേഹം വളരെ കടുത്ത ഭാഷയിൽ പറഞ്ഞത്. സാധാരണയായി ഇസ്രായേലിനെതിരെ അമേരിക്കയിലെ പൊളിറ്റീഷ്യൻസ് ഒന്നും മിണ്ടാൻ പേടിയാണ്. അങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ബദലായിട്ട് അതിന് നേരെ വിപരീതമായിട്ടാണ് ഈ JD വാൻസ് ഇങ്ങനെ പറഞ്ഞത്. എന്തായാലും അതിൻ്റെ ഒരു കാര്യം പോലെ ഇന്നിപ്പം ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് കണ്ടത് ഈ ഇറാൻ ആ കരാറിൽ നിന്ന് കരാറിന് എതിരായിട്ട് ഹൊർമൂസ് അടയ്ക്കുകയും അതിലൂടെ കപ്പലൊന്നും പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് പുതിയ ഉത്തരവിറക്കുകയും ചെയ്തു എന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട്. അപ്പോൾ അവർ പറയുന്നത് ഈ കരാറൊന്നും അമേരിക്ക പാലിച്ചിട്ടില്ല. അതായത് ഈ ലെബനനിൽ നിന്ന് ലെബനനിൽ ഇസ്രായേൽ ആക്രമണം നിർത്തണം എന്ന് പറഞ്ഞിരുന്നു, കരാറിൽ പറഞ്ഞിരുന്നു. പക്ഷേ അത് നിർത്തിയിട്ടില്ല. അതിന് അമേരിക്ക ശ്രമിക്കുന്നില്ല. രണ്ടാമത് അമേരിക്കൻ സൈന്യമെല്ലാം ആ ഭാഗത്തു നിന്ന് പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവർ പോയിട്ടില്ല. ഈ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് കപ്പലുകൾ പോകുന്നതിന് വിലക്ക് കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നാൽ മറ്റൊരു വാർത്ത, ഇപ്പോൾ ഹിസ്ബുള്ളയുമായിട്ട് ഇസ്രായേൽ കരാറിലായി എന്നാണ്. അങ്ങനെ കരാറിലായി കഴിഞ്ഞാൽ ഏതായാലും ഈ ഇറാൻ്റെ പകുതി പ്രശ്നം തീരും. അമേരിക്ക അവിടുന്ന് പിന്മാറുന്നതാണ്. അമേരിക്ക എന്തായാലും പിന്മാറാൻ ആഗ്രഹിക്കുന്നതാണ് അതിനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇറാന് അതിലൂടെ പോകുന്ന കപ്പലുകളൊക്കെ 48 മണിക്കൂറിന് മുമ്പേ ഇവർക്ക് വിവരം അറിയിക്കുകയും അതിൻ്റെ ഇൻഷുറൻസ് എടുക്കുകയും പൈസ കൊടുക്കുകയും ഒക്കെ ചെയ്ത്, അങ്ങനെയല്ലാതെ അതിലൂടെ പോകാൻ പാടില്ല. അവർ പറയുന്ന വഴിക്കൂടെ മാത്രമേ പോകാവുള്ളൂ. അല്ലാത്ത വഴിക്കൂടെ പോയാൽ ചിലപ്പോൾ മൈനൊക്കെ തട്ടി അപകടങ്ങളുണ്ടാവും എന്ന് കൃത്യമായി വാണിംഗ് നൽകുകയും ചെയ്തിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ കപ്പലോ അമേരിക്കയുടെ കപ്പലോ ഒക്കെ അതിലൂടെ പോകുന്നത് സൂക്ഷിക്കേണ്ട ഒരവസ്ഥ വന്നിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഇസ്രായേൽ എത്ര കാലം സമ്മതിക്കുമെന്നാണ് നമുക്ക് ഇനി അറിയേണ്ടിയിരിക്കുന്നത്. ഇറാന് എത്ര കാലം മുന്നോട്ട് പോകാനായിട്ട്. എന്തായാലും ഈ ഇസ്ലാമാബാദ് മെമ്മോറാണ്ടം, നമ്മുടെ ഈ ധാരണാപത്രത്തിന് ഇറാനും അമേരിക്കയുമായി ഉണ്ടാക്കിയ ധാരണാപത്രത്തിൻ്റെ പേര് തന്നെ ഇസ്ലാമാബാദ് മെമ്മോറിയൽ മെമ്മോറാണ്ടം എന്നാണ്. അപ്പം ഇസ്ലാമാബാദിൻ്റെ പേരിൽ ആ ധാരണാപത്രം പാകിസ്ഥാൻ്റെ പേരിൽ. അപ്പോൾ എന്തായാലും അത് എത്ര കണ്ട് ഫലവത്താകും എന്നാണ് ഇനി നമുക്ക് കാണേണ്ടിയിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്ക ഒരു യുദ്ധമോ നീണ്ട ഒരു യുദ്ധമോ ആഗ്രഹിക്കുന്നില്ല. അതിനുള്ള ഒരു താല്പര്യം അമേരിക്കയ്ക്കില്ല. അത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. അത് ഇറാനും അറിയാം. അതുകൊണ്ടാണ് അവർ ഈ കൂടുതൽ മുതലെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇസ്രായേലിന് ഇതെല്ലാം അറിയാവുന്നതുകൊണ്ട് ഇസ്രായേൽ വിട്ടുകൊടുക്കാനൊട്ട് തയ്യാറുമല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. പക്ഷേ അവർക്ക് എത്ര കണ്ടം അമേരിക്കയുടെ നിലപാടുകളെ എതിർത്ത് നിൽക്കാൻ കഴിയും. അമേരിക്ക പറയുക വേണ്ടാന്ന് പറഞ്ഞാൽ എന്നാൽ ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് പറയുമെങ്കിലും അത് ചെയ്യാനായിട്ട് എത്ര കണ്ട് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഭാവി അവർ പറയുന്ന അമേരിക്ക ഒന്നും ഇല്ലെങ്കിലും ഞങ്ങൾ മുന്നോട്ട് പോകും, ഞങ്ങൾ ആരെയും ആശ്രയിച്ചല്ല മുന്നോട്ട് പോകുന്നത് എന്നാണ് അവർ പറയുന്നത്. അതിൽ ഒട്ടേറെ ശരിയുണ്ടാവാം, ഒട്ടേറെ അതിൽ കാര്യങ്ങളുണ്ടാവാം. പക്ഷേ എത്ര കാലം അത് കഴിയുമെന്നുള്ളതാണ് ചിന്തിക്കേണ്ട ഒരു വസ്തുത. കാരണം ഇവിടെ അമേരിക്കയിൽ ഈ ഇസ്രായേലികൾക്ക് വലിയ സ്വാധീനവും വലിയ പങ്കാളിത്തം ഇവിടെയുണ്ട്. അപ്പം ഒരിക്കലും അമേരിക്കയ്ക്ക് കൈവിടാൻ പറ്റുന്ന ഒരവസ്ഥ ഇല്ല എന്ന് നമുക്കറിയാം. എങ്കിൽ കൂടി ഈ തലപ്പത്തിരിക്കുന്നവരെ പിണക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ പ്രസിഡന്റ് ബൈഡനെ പിണക്കി അദ്ദേഹം ഈ കാര്യപ്പെട്ട ആയുധങ്ങളൊന്നും അങ്ങോട്ട് കൊടുത്തില്ല. അങ്ങനെ ആ നിലപാടിൽ മാറ്റം വരുത്തി കളഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പ്രസിഡന്റ് ട്രംപ് ഈ ഇസ്രായേലിനെതിരായ ഒരു നിലപാടെടുക്കുന്നുള്ള ധാരണയിൽ പല വിഭാഗങ്ങളും ട്രംപിന് ബൈഡനെതിരെ വോട്ട് ചെയ്യുകയുണ്ടായി, ബൈഡന് വോട്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടി. പക്ഷേ അതിന് നേരെ വിപരീതമായിട്ടാണ് കാര്യങ്ങൾ നടന്നതും. അപ്പോൾ എന്തായാലും ഈ ഹിസ്ബുള്ളയുമായി ഒരു കരാറുണ്ടായി. അതിനിടയ്ക്ക് ഈ ഹിസ്ബുള്ള ഏതാണ്ട് 4 ഇസ്രായേലി സൈനികരെ വധിക്കുകയുണ്ടായി. അപ്പോൾ അതിന് കണക്ക് ചോദിക്കും, അതിന് അർഹമായ രീതിയിലുള്ള പ്രതികാരം ചോദിക്കുന്നതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ ഈ കരാറുണ്ടാവുകയും ഹൊർമൂസ് തുറക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലും പ്രശ്നം തീരാനൊന്നും പോകുന്നില്ല. കാരണം ഇനിയിപ്പം
കണക്കില്ലാതെ കാശ് ഇറാൻ്റെ കയ്യിലേക്ക് വരാൻ പോവുകയാണ്. ആ കാശ് കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരെന്തൊക്കെയാണ് കാട്ടിക്കൂട്ടാൻ പോകുന്നത് എന്നതിന് എന്താണ് ഉറപ്പ്? അമേരിക്കയെ പേടിക്കുകയും വേണ്ട എന്നുള്ളൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കരാറ് ഒരു അന്ത്യമല്ല. കാരണം ഈ ഭരണകൂടം നിലനിൽക്കുന്നിടത്തോളം കാലം മര്യാദയ്ക്കൊരു ജനാധിപത്യ ഭരണകൂടവും പിന്നെ സമാധാനമൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടം വരാത്തിടത്തോളം കാലം ഈ പ്രശ്നം കെട്ടടങ്ങുന്ന, അല്ലെ ഇറാൻ പ്രശ്നം കെട്ടടങ്ങുകയോ അല്ലെ ഹൊർമൂസിലൂടെ സുഗമമായ സഞ്ചാരം നടക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരവസ്ഥ ഇല്ല എന്ന് വേണം കരുതാനായിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇസ്രായേലിൻ്റെ നിലപാടുകൾ സുപ്രധാനമാണ്. അവർ ഇപ്പോൾ അമേരിക്കൻ നിർദ്ദേശങ്ങൾക്കൊക്കെ വഴങ്ങിയിരിക്കുന്നു. പക്ഷേ എത്ര കാലം എന്നുള്ളതാണ് ഇനി കാണേണ്ടിയിരിക്കുന്നത്. എത്ര കാലം ഈ കരാറ് മുന്നോട്ട് പോകും? ആ കരാറാണെങ്കിൽ അതിൻ്റെ ചർച്ച നടക്കേണ്ടതാണ് സ്വിറ്റ്സർലൻഡിൽ. അതിന് ഇറാൻ്റെ ആളുകൾ പോയിട്ടില്ല. അമേരിക്കയിൽ നിന്ന് വൈസ് പ്രസിഡൻറ്റും അവരും പോയിട്ടില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ കല്ലുകടിയാണ്. അപ്പോൾ അത് എവിടെ ചെന്നെത്തുമെന്നാണ് ഇനി നമുക്ക് കാണേണ്ടത്. അതേസമയം തന്നെ ഈ കരാർ പാലിക്കുന്നില്ല എങ്കിൽ, നടപ്പാകുന്നില്ല എങ്കിൽ ഇറാൻ്റെ ഭാവി എന്താകും? അമേരിക്ക അതിശക്തമായ നടപടികളുമായിട്ട് രംഗത്ത് വന്നു കഴിഞ്ഞാൽ അതും പ്രശ്നമാകും. അത് അവിടുത്തെ തീവ്രവാദികൾ മനസ്സിലാക്കുന്നുമില്ല.